അന്തരിച്ച രക്തസാക്ഷി ടി അയ്യപ്പദാസിന്റെ 23ാമത് ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം അന്തർ സംസ്ഥാന വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം വണ്ടിപ്പെരിയാർ ICDS ഹാളിൽ വെച്ച് നടന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് பிரபல மற்றும் சிறப்பு மருத்துவமனைகளில் தமிழகத்தில் பல்வேறு இடங்களில் பணிபுரிகின்றனர். KM Institute of Paramedicals. For admission 9894584876 7907009610 and 9786629040. വോളിബോൾ പ്ലെയറും CPIM നേതാവുമായിരുന്ന അന്തരിച്ച ടി അയ്യപ്പദാസിന്റെ 23ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് അന്തർ സംസ്ഥാന വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംഘാടകർ. തോട്ടമേഖലയുടെ പ്രധാന കായിക വിനോദങ്ങളിൽ ഒന്നാണ് വോളിബോൾ. ഇതുകൊണ്ട് തന്നെ നിരവധിയായ ആരാധകരാണ് വോളിബോളിന് മേഖലയിൽ ഉള്ളത്. ഇത് കണക്കിലെടുത്ത് മെയ് മാസം 17-ാം തീയതി ആരംഭിക്കുന്ന വോളിബോൾ ടൂർണമെന്റ് 24-ാം തീയതി സമാപിക്കും. തുടർന്ന് 31-ാം തീയതി ടി അയ്യപ്പദാസിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പൊതുസമ്മേളനവും റാലിയും വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിക്കും. വണ്ടിപ്പെരിയാർ വാഴൂർ സോമൻ മിനി സ്റ്റേഡിയത്തിലാണ് പ്രത്യേകം തയ്യാറാക്കുന്ന വോളിബോൾ കോർട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 1ാം സമ്മാനം 1 ലക്ഷം രൂപയും എവറോളിംഗ് ട്രോഫിയും, 2ാം സമ്മാനം വാഴൂർ സോമൻ മെമ്മോറിയൽ ട്രോഫിയും 75,000 രൂപയും, 3ാം സമ്മാനം MM അബ്ദുൽ ഖാദർ കുട്ടി മെമ്മോറിയൽ ട്രോഫിയും 25,000 രൂപയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു അധ്യക്ഷൻ ആയിരുന്നു. ആശങ്ക എന്ന് പറയുന്നത് റൊട്ടേഷൻ വേണോ സ്റ്റാൻഡിങ് വേണോ? തീർച്ചയായിട്ടും റൊട്ടേഷൻ ആയിരിക്കും ഇന്നത്തെ വോളിബോളിന്റെ എല്ലാ തരത്തിലുമുള്ള കളിയുടെ ഇത് കിട്ടുന്നത് റൊട്ടേഷൻ ആണ്. കാരണം പ്ലെയേഴ്സും അത് തന്നെയാണ് പഠിച്ചു വരുന്നത്. പഴയ പ്ലെയേഴ്സ് അല്ല ഇപ്പൊ കളിക്കുന്നത്, ആണോ? അല്ല, ഇപ്പൊ എല്ലാം പുതിയ പുതിയ കളി, അതെല്ലാം തരത്തിലും ആ പുതിയ രീതിയിലുള്ള കളിയാണ് നടന്നു വരുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ്, PTT യൂണിയൻ ജനറൽ സെക്രട്ടറി M തങ്കതുരൈ, കേരള പെൻഷനേഴ്സ് യൂണിയൻ ചെയർമാൻ R തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായുള്ള സ്വാഗത സംഘ കമ്മിറ്റിയിൽ മേഖലയിലെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളെയും അതോടൊപ്പം തന്നെ വോളിബോൾ കായിക പ്രേമികളെയും ഉൾപ്പെടുത്തിയുള്ള കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന കാസ്ക ക്ലബ്ബ് അംഗങ്ങളും കൂടാതെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധിയായ ക്ലബ്ബ് ഭാരവാഹികളും പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.